ദേവീ ശരണം അമ്മേ അമ്മേ നാരായണ. ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. മഹാദേവ്യൈ നമഃ. ദുർഗാപരമേശ്വര്यै നമഃ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധത്തിലെ പ്രഥമാധ്യായം ശക്തിസ്വരൂപ വർണ്ണനമാണ് അവലോകനം ചെയ്തുകൊണ്ട് ഇന്നലെ നവമസ്കന്ധം തുടങ്ങിയത്. ശക്തിസ്വരൂപിണിയായ ആ പഞ്ച പ്രകൃതി തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന നാരദർക്ക് അതിനെ നാരായണ ഋഷി വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ടുള്ള ദുർഗാദേവിയെക്കുറിച്ചാണ് പറയാൻ തുടങ്ങിയത്. ബ്രഹ്മാദിദേവന്മാരും മുനിമാരും മനുക്കളും പൂജിക്കുന്നതായിട്ടുള്ള സ്തുതിക്കുന്നതായിട്ടുള്ള ആ ദുർഗാദേവി എല്ലാ ലോകത്തിനും അധിഷ്ഠാത്രിയാണ്, സർവസ്വരൂപിയാണ്, സനാതിനിയുമാണ് എന്നവിടെ പറഞ്ഞു. ധർമ്മസത്യപുണ്യകീർത്തി യശോ മംഗളദായിനി സുഖമോക്ഷഹർഷധാത്രി ശോകാർത്തി ദുഃഖനാശിനി. ധർമ്മം, സത്യം, പുണ്യം, കീർത്തി, യശസ് അഥവാ പ്രസിദ്ധി, മംഗളം എന്നിവ നൽകുന്നവളും സുഖം, മോക്ഷം, ആനന്ദം എന്നിവ നൽകുന്നവളും ശോകം, ആർത്തി, ദുഃഖം എന്നിവയെ നശിപ്പിക്കുന്നവളുമാണ് ഈ ദേവി. ഇവിടെ ദുർഗയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഈ ദുർഗാദേവി ദീനരും ആർത്തരുമായി ശരണം അടയുന്നവരെ സംരക്ഷിക്കുന്നതിൽ തൽപരയും തേജസ്വരൂപിയും അതിൻ്റെ പരമമായ അധിഷ്ഠാതിദേവയുമാണ് ദുർഗ എന്ന് പറഞ്ഞു. ശക്തി സ്വരൂപയും സദാ ഈശൻ്റെ അതായത് ശിവൻ്റെ ശക്തിയും സിദ്ധന്മാരുടെ ഈശ്വരിയും സിദ്ധിസ്വരൂപയും സിദ്ധിപ്രദയും സിദ്ധിയും ഈശ്വരിയുമാണ്. ബുദ്ധി, നിദ്ര, ക്ഷുത്പിപാസ. ക്ഷുത്പിപാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാഹം, വിശപ്പ്, ഛായ, ആലസ്യം, ദയ, സ്മൃതി, ജാതി, ക്ഷമ, ഭ്രാന്തി, ശാന്തി, കാന്തി, ചേതന, തുഷ്ടി, പുഷ്ടി, ലക്ഷ്മി, ധൃതി, മായ ഇവയെല്ലാം ആ ദേവിയുടെ പ്രകൃതിയാണ്. പരമാത്മാവായ കൃഷ്ണൻ്റെ സർവശക്തി സ്വരൂപയും ഈ ദേവി തന്നെയാണ്. വേദങ്ങളിൽ ഈ ദേവിയുടെ ഗുണങ്ങൾ ധാരാളമായിട്ട് പ്രകീർത്തിച്ചിട്ടുണ്ട്. അനന്തമായിട്ടുള്ള ദുർഗയുടെ ഗുണങ്ങൾക്കും അന്തം ഇല്ല. ആഗമ പ്രോക്തമായ, ആഗമം എന്ന് പറഞ്ഞാൽ വേദം, ശ്രുതി, ആഗമപ്രോക്തമായ ശ്രുതിപ്രോക്തമായ ചിലതെല്ലാം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഈ ദുർഗയെക്കുറിച്ച്. ഇനി അടുത്തതായിട്ട് ആ ലക്ഷ്മിയെ പറ്റിയിട്ട്, ലക്ഷ്മി ദേവിയെ പറ്റിയിട്ട് ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. ശുദ്ധസത്വസ്വരൂപായ പത്മാസ പരമാത്മന സർവസമ്പൽസ്വരൂപാസ തദധിഷ്ഠാതൃദേവത. പരമാത്മാവിൻ്റെ ശുദ്ധ സത്വ സ്വരൂപമാണ് ലക്ഷ്മി ദേവി. സർവസമ്പൽ സ്വരൂപിയായ ആ ദേവി തന്നെയാണ് അതിൻ്റെ അധിഷ്ഠാന ദേവതയും. സുന്ദരിയും അത്യന്തം ദാനശീലയും ശാന്തയും സുശീലയും ഐശ്വര്യപൂർണയും ലോഭം, മോഹം, കാമം, രോഷം, അഹങ്കാരം മുതലായിട്ടുള്ള ദോഷങ്ങളില്ലാത്തവളും ദോഷരഹിതയും ഭക്തവത്സലയും പതിഭക്തയും പതിവ്രതയും ഭഗവാന് പ്രാണന് തുല്യയും പ്രേമപാത്രവും പ്രിയംവതയുമാണ് ലക്ഷ്മീദേവി. സർവ സസ്യസ്വരൂപിണിയും സർവ സസ്യങ്ങളുടെയും പ്രാണസ്വരൂപിണിയുമാണ്
ലക്ഷ്മി ദേവി. വൈകുണ്ഠത്തിൽ പതിസേവാനിരതയായിരിക്കുന്ന മഹാലക്ഷ്മിയും, സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയും, രാജാക്കന്മാരിൽ രാജലക്ഷ്മിയും, ഗൃഹസ്ഥന്മാരുടെ ഗൃഹങ്ങളിലെ ഗൃഹലക്ഷ്മിയും ആ ദേവി തന്നെയാണ്. സർവപ്രാണികൾക്കും വസ്തുക്കളിലും അവൾ മനോഹരമായ ശോഭാരൂപത്തിൽ വർത്തിക്കുന്നു. പുണ്യം ചെയ്തവരിൽ കീർത്തിയുടെ രൂപത്തിലും രാജാക്കന്മാരിൽ പ്രഭാവരൂപത്തിലും ആ ദേവി വിളങ്ങുന്നു. വാണിജ്യം, വ്യവസായം മുതലായ ചെയ്യുന്നവരിൽ അവൾ വാണിജ്യരൂപിയാണ്. പാപികൾക്ക് അവൾ കലഹങ്കാരമാണ്. ദയാമയി, വേദോക്തയും സർവസമ്മതമായിട്ടുള്ളവളാണ് അവൾ. മഹാലക്ഷ്മി സകല ലോകരും പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്ന ആ ദേവി പരമാത്മാവിൻ്റെ വാക്ക്, ബുദ്ധി, വിദ്യ, ജ്ഞാനം എന്നിവയുടെ അധിഷ്ഠാതൃത ദേവയാണ് അവള്. സർവവിദ്യാസ്വരൂപിണിയായ ദേവിയാണ് സരസ്വതി. അടുത്തത് സരസ്വതിയെക്കുറിച്ചിട്ടാണ് ഇത് അവിടെ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയെക്കുറിച്ചാണ് ഇതിനു മുമ്പ് കീർത്തിച്ചത്. അതുകൊണ്ട് അഷ്ടലക്ഷ്മിയായിട്ട് ദേവി വിളങ്ങുന്നുണ്ട്. സമ്പൽ, സമൃദ്ധി, സുഖം എല്ലാറ്റിനും അടിസ്ഥാന ദേവതയായിട്ടുള്ള ആ ലക്ഷ്മി ദേവി തന്നെയാണ് എല്ലാവരിലും വീര്യമായും ഓജസ്സായും തേജസ്സായും ഇരുന്നു കൊണ്ട് ധനം, ധാന്യം, ഐശ്വര്യാദികളെല്ലാം നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നവൾ. പിന്നീട് പറയുന്നത് സരസ്വതിയെക്കുറിച്ചാണ്. ജ്ഞാനപ്രധാനിയായിട്ടുള്ള സരസ്വതി പരമാത്മാവിൻ്റെ വാക്ക്, ബുദ്ധി, വിദ്യ, ജ്ഞാനം മുതലായതിൻ്റെ അടിസ്ഥാന ദേവതയാണ്. സർവവിദ്യാസ്വരൂപിണിയായ ദേവിയാണ് സരസ്വതി. ആ സരസ്വതി ദേവി മനുഷ്യർക്ക് കവിതയും മേധയും പ്രതിഭയും സ്മൃതിയും പ്രദാനം ചെയ്യുന്നു. നാനാ അർത്ഥഭേദങ്ങളോടുകൂടിയായ സിദ്ധാന്തങ്ങളുടെ വ്യാഖ്യാനബോധ സ്വരൂപവും സർവ സംശയ നാശിനിയുമാണ് സരസ്വതി ദേവി. ചിന്തിപ്പിക്കുകയും ഗ്രന്ഥം രചിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിസ്വരൂപിണിയാണ് അവള്. ഷഡ്ജാതി ശ്രുതി ലയ താളങ്ങൾക്ക് കാരണഭൂതയാണ്. വിഷയജ്ഞാനവും അത് പ്രകാശിപ്പിക്കുന്ന വാഗ്രൂപവും ആ ദേവിയാണ്. പ്രപഞ്ചമാകെ അവളെ ആശ്രയിച്ചു ജീവിക്കുന്നു. വ്യാഖ്യാനവും വാദവും ദേവി സ്വരൂപമാണ്. ശാന്തയാണ്. വീണ, പുസ്തകം എന്നിവ ധരിച്ചിരിക്കുന്നവളാണ്. ശുദ്ധ സത്വസ്വരൂപവും സുശീലയും ശ്രീഹരിപ്രിയയും മഞ്ഞ്, ചന്ദനം, മഞ്ഞല്ല മഞ്ഞള, ചന്ദനം, മുല്ല, പനിമതി, വെള്ളാമ്പൽ, താമര എന്നിവയ്ക്ക് തുല്യയുമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ രത്നമാലയണിയിച്ച് പൂജിക്കുന്നു. തപസ്വരൂപമായ അവൾ താപസന്മാർക്ക് തപഫലം നൽകുന്നവളാണ്. സിദ്ധിവിദ്യാസ്വരൂപയാണ്. സദാ സർവസിദ്ധിപ്രദായമായിട്ടുള്ള അവൾ ഇല്ലെങ്കിൽ വിപ്രവൃന്ദം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് സദാ മൂകരും